ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിന മത്സരത്തിൽ ഏറ്റവും അധികം ചർച്ചയായത് രോഹിത് ശർമ്മ അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഈ രണ്ട് താരങ്ങളെ കുറിച്ചിട്ടായിരുന്നു. മത്സരം തുടങ്ങുന്നതിന് മുമ്പും മത്സരം നടന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. രോഹിത് ശർമ്മ ഒരു അർദ്ധ സെഞ്ചുറി നേടി, പക്ഷെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് വളരെ ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് തൻ്റെ കരിയറിൽ, ഏകദിന കരിയറിൽ തുടർച്ചയായ 2 മത്സരങ്ങളിൽ കോഹ്ലി ഇങ്ങനെ ഡക്കായിട്ട് പുറത്താകുന്നത്. റണ്ണെടുക്കാതെ മടങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയ നിരാശയാണ്. തുടർച്ചയായ 2 മത്സരങ്ങളിൽ അത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. കോഹ്ലിനെ സംബന്ധിച്ച് തൻ്റെ കരിയറിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുന്ന കോഹ്ലിനെ സംബന്ധിച്ച് അതൊരു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് കോഹ്ലിയുടെ ഒരു വിരമിക്കൽ. ഇപ്പൊ ഈ മത്സരത്തിന്റെ ശേഷം ഔട്ടായി കോഹ്ലി നടന്നു പോകുന്ന സമയത്ത് ഗ്ലൗസ് 2 തവണ ഉയർത്തി കാണികളോട് പ്രതികരിക്കുന്നുണ്ട്, കാണികളുടെ നിരാശയോട് കോഹ്ലി പ്രതികരിക്കുന്നുണ്ട്. അത് ഒരു വിരമിക്കൽ സൂചനയായിട്ടാണ് ഇപ്പൊ മാധ്യമങ്ങളെല്ലാവരും എടുത്ത് കാണിക്കുന്നത്. പല മാധ്യമങ്ങളും ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതൊരു വിരമിക്കൽ സൂചനയാണെന്നുള്ളത്. എന്താണ് തോന്നുന്നത്? ഇത് തന്നെയാണോ? തന്നെ കോഹ്ലി 0-ന് പുറത്തേക്ക് ആദ്യ മത്സരത്തിൽ 8 ബോളിൽ 0 ഈ മത്സരത്തിൽ 4 ബോളിൽ 0 പുറത്താവുന്നത്. നിരാശപ്പെടുന്ന ഒരു ഇത് തന്നെയാണ്, നിമിഷം തന്നെയാണ്. വിരാട് കോഹ്ലിയെ പോലൊരു താരം, അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞൊരു ഈ ചാമ്പ്യൻസ് ട്രോഫി കളിച്ചില്ല പറയുമ്പോൾ അതിന് മുന്നേ അദ്ദേഹത്തിന് ഇതേപോലെ ഒരു സമയം ഉണ്ടായിരുന്നു. വളരെ ഫോം ഔട്ടായിട്ട് കോവിഡിന് ശേഷം കളി തിരിച്ചു വന്നപ്പം വളരെ നിരാശപ്പെടുത്തിയിരുന്നു. ഫോം ഔട്ടിൽ ഉഴഞ്ഞിരുന്ന കോഹ്ലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നു, ശക്തമായി തിരിച്ചു വന്നു, കളിച്ചു. പക്ഷേ ഇപ്പം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പം, ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിലേക്ക് പോകുമ്പോൾ ചോദ്യങ്ങൾ വരുന്നത്, അന്ന് കോഹ്ലി വിരമിക്കണം എന്ന് ആരും പറഞ്ഞിരുന്നില്ല. കോഹ്ലിക്ക് എന്ത് പറ്റി? കോഹ്ലിയുടെ ടെക്നിക്കൽ നഷ്ടപ്പെട്ടതിൽ സംശയമായിരുന്നു. കോഹ്ലിയുടെ ഫോം എപ്പോൾ തിരിച്ചു വരും? അപ്പം ഫോം ഇതാണ്, ക്ലാസ് ഇതാണ്, ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ കോഹ്ലി വിരമിക്കണം എന്നുള്ളൊരു ചോദ്യം, ഒരു ആവശ്യം എവിടെയും ഉയർന്നിരുന്നില്ല. പക്ഷേ ഇപ്പം സ്ഥിതി മൊത്തം മാറിയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ രോഹിത് 50 അടിച്ചിട്ടുണ്ട്. പക്ഷേ രോഹിത്തിന്റെ എനിക്കൊന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും വേഗത കുറഞ്ഞ അതും ഈ പറഞ്ഞ പോലെ രോഹിത്തിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ അതും ഒരു ചോദ്യങ്ങൾക്ക് വരികയാണ്. കാരണം രോഹിത്തും കോഹ്ലിയും വിരമിക്കാനായില്ലേ, വിരമിക്കട്ടെ, വിരമിച്ചൂടെ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ കോഹ്ലി വീണ്ടും പുറത്താവുന്നത്. അല്ല, സൈഫ് പറഞ്ഞ പോലെ തന്നെ പുറത്തായപ്പോൾ നമുക്ക് 2 മത്സരം 0-ന് പോയി തരുമ്പം നിരാശയുടെ പടുകുഴിയിലാണ് കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ കൂടി ബൗണ്ടറി ലൈൻ കടക്കുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ നിരാശയിൽ നിൽക്കുന്ന ആരാധകരെ, അല്ലെങ്കിൽ കൈയടിച്ചുകൊണ്ട് തന്നെ അഭിവാദ്യം ചെയ്യുന്ന ആരാധകരെ 2 പ്രാവശ്യം ഗ്ലൗസ് പൊക്കി കാണിച്ച് അദ്ദേഹം പ്രത്യഭിവാദ്യം ചെയ്യുന്നുണ്ട്. ആദ്യം ഒന്ന് കാണിക്കുന്നു, വീണ്ടും ഒന്നുകൂടെ കാണിക്കുന്നു. ആ ഒരു ഇത് വിരമിക്കൽ, ഒരു അഭിവാദ്യം ചെയ്ത് മടങ്ങുന്നു. അത് ഇനി വീണ്ടും ഒരു അഭിവാദ്യത്തിന് അവസരം ഉണ്ടാവില്ല എന്ന സംശയമാണ് മാധ്യമങ്ങൾ മാത്രമല്ല ആരാധകർ മൊത്തം ഉയർത്തുന്നത്. അതിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇങ്ങനൊരു ഇത് നമ്മളൊരു ഇങ്ങനൊരു കോഹ്ലി നമ്മൾ കണ്ടിട്ടില്ല. സെഞ്ചുറി അടിച്ചിട്ടോ അല്ലെങ്കിൽ അർദ്ധ സെഞ്ചുറി അടിച്ച് ഒരു മികച്ച പ്രകടനം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മാച്ച് വിന്നിങ് ഇന്നിങ്സ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കോഹ്ലി അല്ല എല്ലാ താരങ്ങളും അഭിവാദ്യം ചെയ്യാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരു മികച്ച ഇന്നിങ്സിന് ശേഷം. അല്ലാതെ ചിലപ്പോൾ ഒരു ബോൾ 6 അടിച്ചിട്ട് പോകുന്നത് ചിലപ്പോൾ അങ്ങനെ രസകരമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ 2 മത്സരങ്ങൾ തുടർച്ചയായി ഡക്കായിട്ട് കോഹ്ലി ആദ്യമായിട്ട് ആവുന്നു. അങ്ങനെ ആയൊരു മത്സരത്തിൽ തിരിച്ചു പോകുമ്പോൾ ആരാധകരോട് അഭിവാദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അതെന്താണ് എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ആ ചോദ്യമാണ് വരുന്നത്. പക്ഷേ നമുക്കറിയാം, 2ാമത്തെ മത്സരമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഒരു പരമ്പരയിൽ ഒരു മത്സരം കൂടി ഉണ്ട്. വിരാട് കോഹ്ലിക്ക് എന്തായാലും അത് കളിക്കാൻ വേണ്ടി പറ്റും. കോഹ്ലി മറിച്ച് തീരുമാനം എടുത്തില്ലെങ്കിൽ കളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു വിരമിക്കൽ മത്സരം ആയിരിക്കില്ല നിൽക്കുമ്പോൾ അതും ഉണ്ടാവില്ല. ഇന്നും മത്സരശേഷം തന്നെ ആ പ്രഖ്യാപനം വരുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ എല്ലാവരും പങ്കുവയ്ക്കുന്നത്. കാരണം നമുക്കും അത് കാണുമ്പോൾ തോന്നുന്നുണ്ട്, കോഹ്ലി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മൾ കോഹ്ലിനെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേ ആയാലും വരുന്നത്. പക്ഷെ കോഹ്ലി ഇങ്ങനെ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്ന സംശയം വരുന്നു ബാക്കിയാവുന്നുണ്ട്. അതെ, സത്യത്തിൽ കോഹ്ലി ഇങ്ങനെ ഒരു മടങ്ങിപ്പോക്ക് അർഹിക്കുന്നില്ല. ആ ഒരു കരിയറിന്റെ ഒരു മഹത്വം നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു അത്രയും നല്ലൊരു ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയും എല്ലാം തരത്തിലും ഒരു ആരാധകരെ ത്രസിപ്പിക്കുന്ന ആ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കോഹ്ലി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു താരത്തിന്റെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഒരു താരത്തിന്റെ ബലഹീനത ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിന് പുറത്ത് വരുന്ന പന്തുകൾ, അതായത് അത്തരം പന്തുകൾ നേരിടുന്നതിൽ കോഹ്ലി വീക്കാണ് എന്ന് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോഹ്ലി വീക്ക് ആകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് അത് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അതൊരു വലിയ രീതിയിൽ ഓസ്ട്രേലിയ ഇപ്പോഴും അതൊരു തന്ത്രമായിട്ട് കോഹ്ലിക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ സമാനമായ തന്ത്രമാണ് അവർ ഉപയോഗിച്ചത്. കോഹ്ലി ഔട്ടാവുന്നു സ്വാഭാവികമായിട്ടും. ഇവിടെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരം പന്തുകൾ എറിയുകയും, സാവിയർ ബാട്ട്ലറ്റ് എറിഞ്ഞ ആദ്യം 3 പന്തുകൾ ആ രീതിയിൽ ഔട്ട്സൈഡ് ഓഫ്, ഈ പന്ത് ഔട്ട്സൈഡ് ഓഫ് ആണ്. പക്ഷെ
കറക്റ്റ് ലൈനിലേക്ക് പിന്നെ പന്ത് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ 3 പന്തിൽ കോഹ്ലി ആദ്യത്തെ 2 പന്ത് കോഹ്ലി ലീവ് ചെയ്യുന്നുണ്ട്, 3ാമത്തെ പന്ത് തട്ടിയിടുന്നുണ്ട്, 4ാമത്തെ പന്ത് അപ്രതീക്ഷിതമായിട്ട് വിക്കറ്റിന് നേരെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് 3 സ്ലിപ്പിൽ 3 ആളുകളെ നിർത്തിയിട്ട് കോഹ്ലിയെ വീഴ്ത്താനുള്ള തന്ത്രം അവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് സാവിയർ ബാർട്ട്ലറ്റ് കൃത്യമായിട്ട് വേറൊരു തന്ത്രം ഉപയോഗിക്കുകയും കോഹ്ലി അപ്രതീക്ഷിതമായിട്ട് ആ പന്തിന്റെ ലൈന് ഗതി മനസ്സിലാകാതിരിക്കുകയും വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കോഹ്ലി അങ്ങനെ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് ഒരു DRS എന്ന് പറയുന്ന സംവിധാനത്തിന് പോലും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അത്രയും ഉറപ്പായ വിക്കറ്റാണ് അത് എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഇത് വരുന്നത്. ഇപ്പൊ ഈ കോഹ്ലിനെ എങ്ങനെ വീഴ്ത്തണം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ കോഹ്ലി ഇങ്ങനെ കളി അവസാനിപ്പിക്കേണ്ട വ്യക്തിയല്ല. പക്ഷേ ഈ പറയുമ്പോൾ ഇങ്ങനെ ഇത്രത്തോളം പിന്നെ എക്സ്പോസ് ചെയ്യപ്പെട്ടു ഓസ്ട്രേലിയയിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ താരങ്ങൾ കോഹ്ലിയുടെ ബലഹീനത നോക്കി അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഈ പറഞ്ഞ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഇന്ന് രോഹിത് ശർമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നെന്ന് പറഞ്ഞൊരു മികച്ച ഇന്നിങ്സ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ലെങ്കിൽ കൂടി കഴിഞ്ഞ മത്സരം വെച്ച് നോക്കുമ്പോൾ രോഹിത്തിന് തിരിച്ചുവരവ് തന്നെയാണ്, അതിനങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. അപ്പോൾ രോഹിത്തിന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി കാണുന്നത് അടുത്ത മത്സരത്തിൽ വിരാടിന് തിരിച്ചു വരാൻ വേണ്ടി പറ്റും. വിരാട് തിരിച്ചു വരുന്നതാണ്, വിരാടിന് നമുക്കറിയാം വിരാട് തിരിച്ചു വരുന്നതാണ്. പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷേ അടുത്ത മത്സരത്തിൽ കൂടി പരാജയപ്പെട്ടാൽ അത് വല്ലാത്തൊരു തലകുനിച്ചുള്ള മടക്കമായിരിക്കും. അതിനെ കാത്തു നിൽക്കാണ്ട് കളി അവസാനിപ്പിക്കേണ്ട രീതിയിലേക്ക് കോഹ്ലി പോകുമോ? ഒരുപക്ഷെ പോയാൽ അതിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യ മത്സരത്തിന് ശേഷം തുടർച്ചയായ 2 മത്സരങ്ങളിൽ LBയിൽ കുരുങ്ങി പുറത്താവുന്നു. ഇപ്പം പറഞ്ഞ പോലെ ആ ബോൾ ആദ്യ മത്സരം അല്ല, തുടർച്ചയായ 2ാം മത്സരത്തിൽ ഡക്കായി പുറത്താവുന്ന ഉദ്ദേശിച്ചത് LBയിൽ കുരുങ്ങി എന്ന് പറഞ്ഞാണ്. ആദ്യ മത്സരത്തിൽ ക്യാച്ച് ആയിരുന്നു. അത് പറഞ്ഞാൽ അവർ അതും കെണിയിൽ പെടുത്തുമായിരുന്നല്ലോ. കോഹ്ലിക്ക് വരിച്ച കെണി തന്നെയായിരുന്നു, ഇന്നും കെണി തന്നെ. കെണി ഒരുക്കിയിട്ട് കോഹ്ലി ആ കെണിയിൽ വീഴാണ്ട് ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ LBയിൽ വന്ന് വീഴുന്നത്. കൃത്യമായ തന്ത്രം തന്നെയാണ് അത് പ്രയോഗിക്കുന്നത്. അപ്പം അടുത്ത മത്സരത്തിലേക്ക് അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാകും. കാരണം വിരാട് കോഹ്ലിയെ പോലെ ഒരു താരത്തെ ഇങ്ങനെ ഒരു കെണിയിൽ കൊടുക്കുക പറയുമ്പോൾ ബോർഡർകാസ്റ്റ് ട്രോഫിയിൽ നമുക്ക് പറഞ്ഞാണ് എല്ലാവർക്കും അറിയായിരുന്നു കോഹ്ലി എങ്ങനെ പുറത്താക്കണമെന്ന്. കോഹ്ലിക്ക് മാത്രമേ അത് മനസ്സിലാവാണ്ടിരുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ കോഹ്ലിനെ പോലെ ഒരു താരത്തിനെ മനസ്സിലാവാതിരിക്കുന്ന കേസല്ല. പക്ഷേ അദ്ദേഹത്തിന് ആവുന്നില്ല, അദ്ദേഹം വീണു പോകുന്നു. അതെ, കോഹ്ലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്ന തന്റെ ബലഹീനത എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അത് പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ കോഹ്ലി കൃത്യമായി നടത്തുന്നുണ്ട്. പക്ഷെ ഈ പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും താരങ്ങളുടെ ഒരു നമുക്കറിയാം, നമുക്കൊക്കെ ഈ പറയുന്ന പോലെ പ്രായം ആ രീതിയിലേക്ക് എത്തുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ണ് എവിടെയാണോ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ കൈ ആക്ഷൻ എത്താത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. ഇപ്പൊ രോഹിത്തിന്റെ ഇന്നിങ്സ് നോക്കുമ്പോഴും ഒരു വൺ ഓഫ് ദി ഗ്രേറ്റ് ഇന്നിങ്സ് എന്നൊന്നും പറയാൻ കഴിയില്ല. അത് എന്തുകൊണ്ട് അത് പറയാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന 11 ബോളിൽ 1 റണ്ണൊക്കെ ആയിരുന്നു എടുത്തിരുന്നത്. അത് മാത്രമല്ല 2 ഓവറിൽ ഇന്ത്യ ഈ രീതിയിൽ 1 റണ്ണൊക്കെ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറുവശത്ത് ഗില്ല് കുറച്ചും കൂടി നല്ല ടച്ചിൽ കാണപ്പെട്ടിരുന്ന ഗില്ല് 9 പന്തിൽ 9 റൺ എടുത്ത ഗില്ല് ഔട്ടാവുന്നുണ്ട്. അതൊരു സമ്മർദ്ദമാണ്. അപ്പുറത്തുള്ള ആളുകൾ ഒരു ബാറ്റർ ഡോട്ട് ബോളുകൾ വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന സാധാരണത്തിന് ഉണ്ടാവുന്ന സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദമാണ് ശുഭ്മാൻ ഗില്ലിനെ അടിക്കാൻ പ്രേരിപ്പിക്കുന്നതും സ്വാഭാവികമായിട്ട് റൺ ഉയർത്താൻ പ്രേരിപ്പിക്കുന്നതും വിക്കറ്റ് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇപ്പൊ സൈഫ് പറഞ്ഞ ഹാൻഡ് ഐ കോർഡിനേഷൻ കേസ് പറയുമ്പോൾ നമ്മൾ വീരേന്ദ്ര സെവാഗിനെ നമുക്കറിയാം. ഹാൻഡ് ഐ കോർഡിനേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ക്രിക്കറ്റിൽ വീരേന്ദ്ര സെവാഗൻ ആയിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തിന് ഏത് ബ്രിറ്റ്ലി ആയാലും പിന്നെ മുരളീധരനായാലും ഏത് ബോളറെയും താളം തെറ്റിക്കാൻ പറ്റിയ ബാറ്റ്സ്മാൻ പറഞ്ഞാണ്. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയത് ഇത് തന്നെയായിരുന്നു. കരിയറിന്റെ അവസാനത്തേക്ക് വരുമ്പോഴേക്ക് ധോണി കൊണ്ടുവന്ന റൊട്ടേഷൻ പോളിസിയൊക്കെ ബാധിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം കണ്ണുകൊണ്ട് ഒരു പരിക്ക് പറ്റിയിരുന്നു. അതൊക്കെ ബാധിച്ചു വരുമ്പോൾ അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്ക് ഹാൻഡ് ഐ കോർഡിനേഷൻ മൊത്തത്തിൽ നഷ്ടപ്പെട്ട ഒരു സെവാഗിനെ നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ മനസ്സിലാക്കി റൊട്ടേഷൻ പോളിസിയൊക്കെ ബാധിക്കുന്നു, തനിക്കിത് തിരിച്ചടിയാവുമെന്ന് മനസ്സിലായപ്പോൾ ആ ഹാൻഡ് ഐ കോർഡിനേഷൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ആ സമയത്തായിരുന്നു സെവാഗ് കളി അവസാനിപ്പിക്കുന്നത്. കാരണം അത് സെവാഗ് പിന്നെ അർഹിച്ചിരുന്ന പോലൊരു വിടവാങ്ങലായിരുന്നു എന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ പറയുന്ന നമ്മൾ 2 താരങ്ങൾ ഈ പറഞ്ഞ രോഹിത്തിൻ്റെ ആയാലും കോഹ്ലിയുടെ ആയാലും ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ ആ ഒരു നിമിഷം ചിന്തിക്കേണ്ട നിമിഷത്തിൽ എത്തിയെന്ന് തന്നെയാണ് ഈ പരമ്പര നമുക്കിപ്പം കാണിച്ചിരുന്നതാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ 2ാമത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞിട്ടിരിക്കുന്നത് ഇന്ത്യ 264 റണ്ണാണ് നേടിയിട്ടുള്ളത്. ബോളർമാർക്ക് നല്ല രീതിയിലുള്ള പണിയുണ്ട് ഈ മത്സരത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ പിച്ചിനകത്ത് 2ാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ പോലും കുറച്ച് കാലമായിട്ടുള്ള ചരിത്രം അതല്ല കാണിക്കുന്നത്. അത് മാത്രമല്ല, ഓസ്ട്രേലിയ ടോസ് നേടിയിട്ട് ബോളിംഗ് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കൃത്യമായ ഒരു കാരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇന്ത്യയുടെ മൊത്തം ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ രോഹിത് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്, ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു വലിയ തകർച്ചയിൽ നിന്ന് ഇരുവരും ചേർന്ന് ഇന്ത്യയെ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 17 അക്ഷർ പട്ടേൽ നല്ല ഇന്നിങ്സ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതെ അതെ, അതൊരു നല്ല ഇന്നിങ്സ് ആണ്. കാരണം ഹർഷിത് റാണ ആണെങ്കിലും ഹർഷ്ദീപ് സിംഗ് ആണെങ്കിലും അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ബാറ്റിംഗ് ഒരു എക്സ്ട്രാ ഒരു ടീമിന് ഒരു എഫേർട്ട് ടീമിന് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ
പട്ടേലിന്റെ ഒരു ഇന്നിങ്സ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അക്ഷർ പട്ടേൽ ആ രീതിയിൽ നല്ലൊരു ഇന്നിങ്സ് ആണ് കളിച്ചിട്ടുള്ളത്. 41 പന്തിലാണ് 44 റൺ അടിച്ചിട്ടുള്ളത്. ആ ടീമിന്റെ സ്കോറിംഗ് ഒന്ന് നമുക്കറിയാം എങ്ങനെയായിരുന്നു ആ സ്കോറിംഗ് പോയിക്കൊണ്ടിരുന്നത് നമുക്കറിയാം. രോഹിത്തൊക്കെ 51 ബോളിൽ 25 റൺ, 43 ബോളിൽ 19 റൺ, ആ ഒരു ഇതിലൊക്കെ അങ്ങനെയൊക്കെയാണ് നിന്നിരുന്നത്. ശ്രേയസ് അയ്യരാണെങ്കിലും തരക്കടില്ലാത്ത ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചു. പക്ഷെ ഈ ഒരു മൈതാനത്ത് ഇത് ഒരു വിജയിക്കാൻ പോകുന്ന റണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. അത് മത്സരം കഴിഞ്ഞ് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ബോളർമാരെ സംബന്ധിച്ച് വലിയൊരു പണി കിടക്കുന്നുണ്ട്. രോഹിത്തിന്റെയും അതുപോലെ തന്നെ കോഹ്ലിയുടെയും ഭാവി പരിപാടികൾ എന്തായിരിക്കും. ഇപ്പൊ രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് എന്നുള്ളത് പറയാം. ഒരു ടീം തകർച്ചയിൽ നമുക്ക് തോന്നുന്നില്ല. ഇല്ല, പക്ഷെ എന്നാൽ പോലും ടീം തകർന്നു നിൽക്കുന്ന സമയത്ത് ഒരു തരക്കേടില്ലാത്ത ഇന്നിങ്സ് കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഈ പറയുന്ന ഉറപ്പാണ് ഔട്ടായി പോകുമ്പോൾ ഇത് മാത്രം നമുക്ക് ആശങ്ക. പിന്നെ അത് മാത്രമല്ല കേട്ടോ, തുടക്കത്തിൽ ആ ഒരു താളം കണ്ടെത്താൻ നല്ല രീതിയിൽ വിഷമിച്ചെങ്കിൽ പോലും പിന്നീട് അത് അടിച്ച് 2 6 ഒക്കെ ഒരു ഓവറിൽ 2 6 ഒക്കെ അടിച്ചിട്ട് രോഹിത് തിരിച്ചു വരുന്നുണ്ട്. ബൗണ്ടറികളൊക്കെ നേടിയിട്ട്, കൃത്യമായിട്ട് ബൗണ്ടറികളൊക്കെ നേടിയിട്ട്. ഇപ്പൊ ശ്രേയസ് അയ്യറിന്റെ ഇന്നിങ്സ് ആണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇന്നിങ്സ് ആയിരുന്നു ആ സമയത്ത്. നമ്മൾ കുറച്ചും കൂടി സ്കോർ ഒരു ആരാധകർ എന്ന രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും നമുക്ക് കണ്ടറിയാം ബോളർമാരെ എങ്ങനെയാണ് പ്രകടനം നടത്തുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.